ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ കേക്ക് റെഡ് ബി കേക്കാണ്. 3 ഫ്ലേവേഴ്സാണ് അതിൽ വരുന്നത്. ഒരു സ്പഞ്ച്, ചോക്ലേറ്റ് സ്പഞ്ച്, ഒരു അടുത്ത ലെയറായിട്ട് വരുന്നത് വാനില സ്പഞ്ച്, പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വൈറ്റ് സ്പഞ്ചിന് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും പിന്നെ ഗ്രേറ്റഡ് ചോക്ലേറ്റുമാണ്. ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിനായിട്ട് കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ്, ഗ്രേറ്റഡ് ചോക്ലേറ്റ്. ഏറ്റവും മുകളിലാണ് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഫില്ലിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ബെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മിൽക്ക് സിറപ്പാണ്. ഇതിന് പ്രത്യേകിച്ച് കസ്റ്റമർ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈനലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒത്തൻറ്റിക് ഡിസൈനാണ്. ഏറ്റവും മുകളിലായിട്ട് ഗനാഷ്, വൈറ്റ് ഗനാഷും ചോക്ലേറ്റ് ഗനാഷും കൂടെ മിക്സായിട്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കേക്ക് ചെയ്തത്. അപ്പോൾ ഈ കേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അത് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യുക, അതൊക്കെ. അപ്പോൾ ഈ വാട്സപ്പിലൊക്കെ കൂടുതലും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നവർ ചിലർ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അങ്ങനെ അതാണല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് തന്നെ, എല്ലാവരും കാണാനും അതിനൊരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടാനും. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ചിലർ അതിന് ഞാനിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ചില ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഞാൻ പ്രത്യേകം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അത് ബോറടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴും മിക്കവാറും എല്ലാവരും ലൈക്ക് ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരാൾ എൻ്റെ ഒരു സിസ്റ്ററാണ്. പുള്ളിക്കാരത്തി മാത്രം എല്ലാ കേക്കുകൾക്കും, ഏത് കേക്കിൻ്റെ ഫോട്ടോ ഇട്ടാലും ഏത് കേക്കിൻ്റെ വീഡിയോ ഇട്ടാലും എല്ലാത്തിനും ഒരു ഹാർട്ടെങ്കിലും, ഒരു ഹാർട്ട് കൊണ്ടെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ഏത് കേക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും അതിൽ എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയും അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലെന്താണ് കാരണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ അത് എനിക്ക് വളരെ അധികം ഹെൽപ്ഫുള്ളാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ. കാരണം നമ്മളെപ്പോഴും സിൻസിയറായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണല്ലോ. പല കാര്യങ്ങളിലും എനിക്ക് ശ്രദ്ധിക്കാനും സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഒരുപാട് പേര് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാ കേക്കിനും ഒന്നുപോലും വിടാതെ എല്ലാത്തിനും ഫീഡ്ബാക്ക് പറയുന്ന ഒരാളാണ്. അഥവാ ഞാൻ പോസ്റ്റ് ചെയ്യാൻ അത് ഇൻഡിവിജ്വലി എനിക്ക് അത് സെൻഡ് ചെയ്യാൻ മറന്നുപോയാൽ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് എന്തുകൊണ്ട് സെൻഡ് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്സിനും ഒക്കെ ഒരുപാട് വാല്യൂ ഉണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽപ്ഫുള്ളുമാണ് അത്. നമുക്ക് കൂടുതൽ ഒരു എൻകറേജ്മെൻറ്റാണ് ഇനിയും ഇതുപോലുള്ള കേക്കുകൾ ചെയ്യാനും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും ഒക്കെ. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും ഓരോ ലൈക്സും ഒക്കെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. ഞാൻ ഇപ്പോൾ 535 സബ്സ്ക്രൈബേഴ്സായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതിനും എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും അങ്ങോട്ടുള്ള എൻ്റെ ജേണിയിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.